ടൈമിൽ ബേസ് ചെയ്യുന്നൊരു നന്നായിട്ട് വന്നിട്ടുണ്ടാവുന്ന പണിയെടുക്കുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നല്ല പറയുന്നത്. പറഞ്ഞില്ല ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിന്റെ ഒരു ശ്രമമാണത്. നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തും അതാണ് എനിക്ക് പറയാം. ഓക്കെ, താങ്ക് യു. അടിപൊളിയല്ലേ പറഞ്ഞ് അതിന്റെ കാണുന്നത് ജനങ്ങളെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അപ്പൊ അതിനുള്ളൊരു ശ്രമം കൂടിയാണ് സിനിമ. പുഷ്പവിമാനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിലുണ്ട്. അപ്പൊ എല്ലാവരും കാണും, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എപ്പോഴാണ് സിനിമ വരുന്നത്? കുറച്ച് അപ്പൊ എല്ലാരും മനസ്സിലായത് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് പഠിക്കുന്നതാണ്. അതിന്റെ കൂടെ ചില നല്ല മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പാർക്കോറിന്റെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Must watch. എങ്ങനെയുണ്ടായിരുന്നു പോയി? തമിഴിലൊക്കെ അതായത് വിമാനം പടം ഗംഭീര പടമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം പടത്തിന്റെ BGM ആണ് പടത്തിലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഞാൻ ഫ്രണ്ടിലൊക്കെ ഇരുന്ന കാരണമാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഗംഭീരമായിട്ട് BGM കാര്യങ്ങൾ വന്നിട്ടുണ്ട്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിജു വിൽസന്റെ ആക്ഷൻ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലുവർഗീസും ഒരുമാതിരി ആക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ബേസിലെ കാര്യം പിന്നെ പറയണം. പിന്നെ എല്ലാ പടത്തിലും കോമഡി കാര്യങ്ങള് ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ പടത്തില് ഇത് ഫാന്റസി കഥ കാരണം ഇതിൽ പല ചോദ്യങ്ങൾ, ഒരു ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റി. കാരണം അത് വന്ന് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ എന്താ പറയണേ, ഒരു വെവ്വേറെ രീതിയിൽ 3 തവണ പിടിച്ചിട്ടുണ്ട്. 3 തവണ കാണാം. അതായത് ക്ലൈമാക്സ് ഒരു സീനാണ്. അതായത് വെവ്വേറെ രീതിയിലാവുമ്പോ അതൊരു മുഷിപ്പ് തോന്നിയില്ല. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതുവരെ അങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. കാരണം ഒരേ സീൻ തന്നെ 3 തവണ കാട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ശരിയായിരുന്നു. അത് ഒരേ സീൻ എന്ന് പറഞ്ഞാൽ 3 തവണ കാട്ടുന്നു, 3 വെവ്വേറെ രീതിയിലാണ് കാണുന്നത്. അതാണ് പടത്തിന്റെ കയ്യിൽ. എന്തായാലും ഒരു തിയേറ്റർ വാച്ച് മിസ്സാക്കരുത് ഞാൻ പറയും. കാരണം BGM ഒക്കെ തിയേറ്ററിലേക്ക് കാണുമ്പോഴാണ് നമുക്ക് തൃപ്തി കിട്ടും. എന്തായാലും